ഓം അമൃതേശ്വരി നമഃ. സഹോദരോപദേശങ്ങൾ. രാമായണത്തിൻ്റെ അവസാന ഭാഗമായി യുദ്ധകാന്ഡം തുടങ്ങിയില്ലേ. മന്ത്രിമാരുടെ പ്രശംസയിൽ ആശ്വസിച്ചിരിക്കുകയാണ് രാവണൻ. ആ സമയത്താണ് സഹോദരനായി കുംഭകർണൻ്റെ വരവ്. രാവണൻ അപ്പോൾ വളരെ സന്തോഷമായി. ആരാ മുത്തശ്ശി കുംഭകർണൻ? രാക്ഷസനാണോ? രാവണൻ്റെ അനുജനാണ് കുംഭകർണൻ. കുംഭകർണൻ രാക്ഷസൻ തന്നെയാണ്. അവർ 3 പേരുണ്ട്: രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. 3 ആളും 3 സ്വഭാവക്കാരാണെന്ന് മാത്രം. കുംഭകർണൻ ഒരു പ്രത്യേകതയുണ്ട്. 6 മാസം തുടർച്ചയായിട്ട് ഉറങ്ങും, പിന്നെ എണീക്കും. 6 മാസത്തെ ഭക്ഷണം ഒറ്റയടിക്ക് തിന്നും, വീണ്ടും 6 മാസം ഉറക്കായി. അയ്യോ, അതെന്തുറക്കാം മുത്തശ്ശി? എല്ലാവരെയും കാണലും സംസാരിക്കലും അതൊന്നുമില്ല അല്ലേ? അതൊരു കഥയാണ് ഉണ്ണി. ദേവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരെപ്പോഴും കഠിന തപസ്സിലേർപ്പെടുമല്ലോ. അങ്ങനെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാവണനും കുംഭകർണനും വിഭീഷണനും കൂടി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നീണ്ട തപസ് ആരംഭിച്ചു. ശക്തിശാലിയാവാൻ വേണ്ടിയിട്ടാണ് കഠിന തപസ്. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഇതറിഞ്ഞ ദേവന്മാർക്ക് പേടിയായി. കുംഭകർണൻ അല്ലെങ്കിലേ ശക്തിമാനാണ്. ഇനി തപസ്സിലൂടെ കൂടുതൽ ശക്തി കിട്ടിയാലോ ദേവന്മാരുടെ സ്ഥിതി പിന്നെയും കഷ്ടത്തിലാവും. അവർ ബ്രഹ്മദേവനെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മദേവൻ അപ്പോൾ സരസ്വതി ദേവിയായിട്ട് ആലോചിച്ച് പരിഹാരം കണ്ടെത്താമെന്ന് അവർക്ക് വാക്കും കൊടുത്തു. തപസ്സിൽ അങ്ങനെ സംപ്രീതനായിട്ടുള്ള ബ്രഹ്മദേവൻ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വരം വേണ്ടത് നിങ്ങൾക്കെന്ന് ചോദിച്ചു. അപ്പോൾ രാവണൻ പറഞ്ഞു, അമരത്വം വേണം. അപ്പോൾ ബ്രഹ്മദേവൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അതെന്തായാലും സാധ്യമല്ല, കാരണം ഉണ്ടായതിനെല്ലാം നാശമുണ്ട്. അപ്പോൾ രാവണൻ ചോദിച്ചു, തനിക്ക് മരണമുണ്ടെങ്കിൽ അതൊരു മനുഷ്യനിൽ നിന്നായിരിക്കണം. തഥാസ്തു പറഞ്ഞു. ആര്? ബ്രഹ്മദേവൻ. വിഭീഷണൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തനിക്ക് നിഷ്കാമ ഭക്തി തന്ന് അനുഗ്രഹിക്കണേന്നാണ് പ്രാർത്ഥിച്ചത്. കുംഭകർണൻ ചോദിച്ച വരോ? കുംഭകർണൻ നിർദ്ദേവത്വം എന്ന വരം ചോദിക്കാൻ തുടങ്ങും മുമ്പ് സരസ്വതി ദേവി നാവിൽ കയറിയിരുന്നു. നിദ്രാവത്വം എന്ന വരാണ് ചോദിച്ചത്. അതായത് നീണ്ട ഉറക്കം തരണേന്ന് പ്രാർത്ഥിച്ചു. ദേവന്മാരെ ജയിക്കുന്ന വരം ചോദിക്കുന്നതിന് പകരം ഒടുങ്ങാത്ത ഉറക്കം ചോദിച്ചു അല്ലേ മുത്തശ്ശി? കുംഭകർണന്റെ തീറ്റ വല്ലാത്ത തീറ്റ തന്നെ. അങ്ങനെയാണ് കുംഭകർണന് 6 മാസം ഉറക്കം കിട്ടിയത്. കുംഭകർണനെ കണ്ടാൽ തന്നെ പേടിയാവും, അത്രയ്ക്കും വലിപ്പമുള്ള ശരീരം. രാവണന് കുംഭകർണനെ കണ്ടപ്പോൾ തന്നെ ആശ്വാസമായി എന്ന് പറഞ്ഞുല്ലോ. സഹോദരനെ കെട്ടിപ്പിടിച്ചു. ആനന്ദാതിരേകത്താൽ അടുത്തുള്ള ആസനത്തിൽ തന്നെ ഇരുത്തി. എന്നിട്ട് ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞ എന്താ അറിയോ? ജ്യേഷ്ഠ, ശ്രീരാമൻ സാധാരണ മനുഷ്യനാണെന്ന് കരുതിയാണോ ഇതൊക്കെ ചെയ്തത്? രാമൻ മനുഷ്യനല്ല എന്ന് ആദ്യം ജ്യേഷ്ഠൻ മനസ്സിലാക്കണം. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ആ ബോധമെങ്കിലും കുംഭകർണൻ ഉണ്ടായില്ലോ, നന്നായി. കുംഭകർണൻ തുടർന്ന് പറഞ്ഞു, ജ്യേഷ്ഠന് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ശരണം പ്രാപിക്കുകയാണ് നല്ലത്. ജ്യേഷ്ഠൻ ഇതുവരെ ചെയ്തതൊക്കെ അനീതിയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ ഞാൻ പോവാം, രാമാദികളെ വധിക്കാം. ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടാ രാവണൻ ഇഷ്ടാവും? രാവണൻ ഇഷ്ടാവില്ലല്ലോ. രാവണൻ എന്തെങ്കിലും പറയണതിന് മുമ്പ് മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ പോവാ അച്ഛാ യുദ്ധത്തിന്. അച്ഛൻ എനിക്ക് അനുവാദം തരൂ. രാമനെയും ആ വാനര സൈന്യത്തെയും മുഴുവൻ സംഹരിച്ച് ഞാൻ ഉടനെ മടങ്ങി വരാം. ഈ അവസരത്തിലാണ് രാവണൻ്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ രാവണനെ കാണാൻ വരുന്നത്. രാവണൻ ഇതുപോലെ വിഭീഷണനെയും ആലിംഗനം ചെയ്തു, സ്വീകരിച്ചു, അടുത്ത് പിടിച്ചിരുത്തി. ശ്രീരാമ ഭക്തനാണ് ഈ വിഭീഷണൻ, തികഞ്ഞ സാത്വികൻ. ഈ സംഭവ വികാസങ്ങളൊക്കെ വിഭീഷണനും അറിയുന്നുണ്ടല്ലോ. സഹോദരനെ ഒന്ന് ഗുണദോഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്തൊക്കെ ഉപദേശങ്ങളാ രാവണന് കൊടുത്തത് വിഭീഷണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. സാക്ഷാൽ ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്യാൻ ശക്തിയുള്ളവരാരും ഈ ലോകത്തിലില്ല. അങ്ങയുടെ ഈ നയം നമ്മുടെ വംശത്തെ തന്നെ നശിപ്പിക്കുക. ജ്യേഷ്ഠൻ വിചാരിച്ച പോലെ കുംഭകർണനോ ഇന്ദ്രജിത്തിനോ ഒന്നും രാമനെ ജയിക്കാൻ സാധ്യമല്ല. സാക്ഷാൽ ശ്രീനാരായണനാണ് അദ്ദേഹം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ ജ്യേഷ്ഠ, സീതാദേവിയെ ഉടനെ കൊണ്ടുപോയി ശ്രീരാമദേവൻ്റെ കാൽക്കൽ സമർപ്പിക്കുക. രക്ഷിക്കണേന്ന് അപേക്ഷിച്ചോളൂ, കൃപയ്ക്കായിട്ട് യാചിക്കുക. അതേ ഇനി രക്ഷയുള്ളൂ.
പരമദയാലുവാണ് ശ്രീരാമൻ. ശരണമടയുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് അഭയം തരുന്നതായിരിക്കും. ജ്യേഷ്ഠ, ബുദ്ധിശൂന്യരായിട്ടുള്ള ഈ മന്ത്രിമാരൊക്കെ പറയുന്നത് കേട്ട് ഭ്രമിക്കരുതേ. അവരാരും ജ്യേഷ്ഠൻ്റെ കഷ്ടകാലത്തിൽ ജ്യേഷ്ഠൻ്റെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, സീതാദേവിയെ ശ്രീരാമൻ്റെ കാൽക്കൽ സമർപ്പിച്ചോളൂ. സുഖമായിട്ട് ഈ രാജ്യം ഭരിക്കൂ. വംശം നശിക്കാൻ ഇനി ഇടയാക്കരുതേ. രാവണൻ ഇതൊക്കെ കേട്ടിട്ട് എന്താ പറഞ്ഞത്? രാവണൻ ഇത് കേട്ടപ്പോൾ കോപം കൊണ്ട് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. മതി മതി പറഞ്ഞത് നിർത്ത്. നിന്നെപ്പോലുള്ള ബന്ധുക്കളാണ് എൻ്റെ ശത്രുക്കൾ. മേലാൽ ഇത്തരം വാക്കുകൾ എന്നോട് പറയരുത്. പറഞ്ഞാൽ നീ എൻ്റെ സഹോദരനാണെന്നൊന്നും ഞാൻ കരുതില്ല. വധിച്ച് കളയും ഞാൻ. ഇത് കേട്ടപ്പോൾ വിഭീഷണൻ വിചാരിച്ചു, ഇനി ഈ ദുഷ്ടനോട് ഗുണദോഷങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരൻ എന്താണോ നിശ്ചയിച്ചത് അത് മുറയ്ക്ക് നടക്കും. ആ വിധി ആർക്കും തടയാനും പറ്റില്ല. ഇനി എനിക്ക് ആശയം ശ്രീരാമപാദങ്ങൾ തന്നെയാണ്. ജീവിതകാലം മുഴുവൻ ഭക്തിയോടുകൂടി ആ തൃപ്പാദങ്ങളെ സേവിച്ചാൽ ഭഗവാൻ എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ നിശ്ചയിച്ചുറച്ച വിഭീഷണൻ ലങ്കയിലെ തൻ്റെ സകല സമ്പത്തുകളും ഉപേക്ഷിച്ച് രാവണനോട് യാത്ര പറയാനായിട്ട് വണങ്ങി നിന്നു. സഹോദരന്മാരായിട്ടും സ്വഭാവത്തിൽ വന്ന വ്യത്യാസം അല്ലേ മുത്തശ്ശി? സത്വരജ തമോ ഗുണങ്ങൾക്ക് അധീനരായിട്ടാണ് ഈ ലോകത്തിൽ ഓരോ ജീവിയും ജന്മം എടുക്കുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അർജുനന്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ സ്വഭാവത്തെ നമ്മൾ തന്നെ അപഗ്രഥിക്കണം. എന്നിട്ടോ സത്വഗുണത്തിലേക്ക് ഉയരാൻ നമ്മൾ ശ്രമിക്കണം. രാവണൻ രജസ്സിൻ്റെ അധിപനാണ്. എന്നാൽ സാത്വിക പ്രകൃതമാണ് വിഭീഷണൻ്റെത്. എങ്ങനെയാണ് അവർ തമ്മിൽ യോജിക്കുക? തമസിൻ്റെ രാജാവാണ് കുംഭകർണൻ. വിഭീഷണന് തൻ്റെ ആശയങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ രാവണൻ്റെ കൂടെ ജീവിക്കാനാവില്ല. വിഭീഷണൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ രാവണൻ അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടെ വിഭീഷണനോട് അവസാനമായിട്ട് പറയുക, പോയിക്കോളൂ, പോയി രാമനെ സേവിച്ചോളൂ. ഇനി ഇവിടം വിട്ടു പോയിട്ടില്ലെങ്കിൽ നീ എൻ്റെ ചന്ദ്രഹാസത്തിനിരയാവും. രാവണൻ പറഞ്ഞത് പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛന് തുല്യനാണ് അങ്ങ് പറഞ്ഞ് ഞാൻ അനുസരിക്കണു. ഞാൻ പോവുകയാണ്, ശ്രീരാമനെ ശരണം പ്രാപിക്കാൻ പോവുകയാണ്. പക്ഷേ പോകുമ്പോഴും സഹോദര സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനൊരാപത്ത് വരണ്ടെന്ന് കരുതി ഒന്നുകൂടി മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് വിഭീഷണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണത്. ഉണ്ണി, മഹാഭാരതത്തിലെ ദുര്യോധനനും രാമായണത്തിലെ രാവണനുമൊക്കെ അധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചവരാണ്. അവരോട് ധർമ്മത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ന് മാത്രമല്ല, അവരത് അനുസരിക്കാനും കൂട്ടാക്കില്ല. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട സന്ദേശം എന്താണ്? മനുഷ്യജീവിതം ഒന്നേ ഉള്ളൂ. രജസ് തമോ ഗുണങ്ങൾക്ക് അധീനരായിട്ട് കർമ്മബന്ധങ്ങൾ കൂട്ടിക്കൂട്ടി വരുന്നതിന് പകരം മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ അനുസരിക്കുക, അതനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങൾ ക്ഷയിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ക്രമേണ പരമലക്ഷ്യമായ ആ സത്യത്തിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കും. അതിനായിരിക്കട്ടെ നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം. സാത്വിക സമ്പന്നരാവാൻ അമ്പൂറ്റിയമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിഭീഷണനി ശ്രീരാമസന്നിധിയിലെത്തിയ വിശേഷങ്ങൾ നമുക്ക് നാളെ പങ്കുവയ്ക്കാം. പോരേ? ശരി മുത്തശ്ശി.